നജീബ് കാന്തപുരം. നമുക്ക് പറയല് LDF വരുന്നതാണ്. നജീബ് കാന്തപുരം. അവിടെ മാത്രം LDF ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മറികടക്കാൻ കഴിയും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആവേശം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി ദിനരാത്രങ്ങളുടെ കാത്തിരിപ്പ് മാത്രം. ജനമനസ്സുകളിലെ അഭിപ്രായം തേടി ഇന്ന് ചാനൽ ടൺ എത്തി നിൽക്കുന്നത് വെട്ടത്തൂരാണ്. വെട്ടത്തൂരിലെ ജനത പ്രതികരിക്കുന്നു. പെരിന്തൽമണ്ണയുടെ രാഷ്ട്രീയ ചിത്രം എന്തെന്ന്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശ പോരാട്ടം? എന്താണ് പെരിന്തൽമണ്ണയുടെ രാഷ്ട്രീയ ചിത്രം? പെരിന്തൽമണ്ണയില് ഇരുപക്ഷവും കട്ടക്ക് നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. പിന്നെ നിലവിലുള്ള MLAക്ക് ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പിന്തുണ കാലാകാലം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഒരു നേരിയ വോട്ടിന്, വളരെ കുറഞ്ഞ വോട്ടിന്, ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ പോലും ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്ന അത്ര പോലും ഇല്ലാത്ത ഭൂരിപക്ഷം, 38 വോട്ട് എന്ന് പറഞ്ഞാൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ, ആ നിലയ്ക്കാണ് ഇവിടെ UDFന്റെ നിലവിലുള്ള MLA ജയിച്ചിട്ടുള്ളത്. കുറച്ചു കാലമായിട്ട് അത് UDFന്റെ സ്ഥിരം മണ്ഡലം ആണെങ്കിൽ പോലും ഒരു പ്രാവശ്യം V ശശികുമാറിലൂടെ ഈ മണ്ഡലം ഇടതുപക്ഷം പിടിച്ചെടുത്തിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ഇവിടെ നല്ലൊരു ശതമാനം വോട്ടുണ്ട്. അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നുണ്ട്. ഇപ്രാവശ്യം അത് കിട്ടും. തീർച്ചയായിട്ടും ഇടതുപക്ഷം ജയിക്കുന്നുള്ള തന്നെയാണ് പ്രതീക്ഷ. അതിന് കാരണം കേരളത്തിൽ നിലനിൽക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ അതിശക്തമായ എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ പ്രവർത്തിച്ച വികസനമായി മുന്നോട്ട് പോകുന്നതിന്റെ ഒരു പ്രതിഫലനം ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തെയും ഇപ്രാവശ്യം കൈവരിക്കുന്നതാണ് പറയാനുള്ളത്. ഒരു മാറ്റം ഉണ്ടാവാനാണ് ചാൻസ്. എന്തായാലും UDF വരുന്ന തോന്നുന്നത്. നമുക്ക് രാഷ്ട്രീയത്തിലൊന്നുമില്ലെങ്കിലും മാറ്റം വരും. നമ്മുടെ ഇടതുപക്ഷം അതായത് 10 വർഷമായില്ലേ, അതിനൊരു മാറ്റം വരണം. അത് ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഇവിടെ പെരുന്തൽമണ്ണത്തിൽ ഇവിടെ കഴിഞ്ഞ വർഷം 30 ചില്ലാന വോട്ടിനാണ് നജീബ് സാറ് ജയിച്ചിരുന്നത്. ഇപ്രാവശ്യം അത് ഒരു 5000-ന് മുകളിലാവുന്ന എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. ഇപ്പോഴത്തെ ഭരണത്തില് LDFന്റെ ഭരണത്തിൽ ഇവിടെ ജനങ്ങൾ പൊറുത്തുമുട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നജീബ് സാഹിബിനെ ഇവിടെ വിജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നജീബ് കാന്തപുരം. അയാളെ വികസനങ്ങളൊക്കെ നോക്കി വെക്കുമ്പോൾ അയാൾ ഉറപ്പിച്ചു. നമുക്ക് പറയല് LDF വരുന്നതാണ്. ഇപ്പത്തെ ഗവൺമെന്റിന്റെ ഭരണം തുടർച്ചക്കായിട്ട് ഹനീഫ ജയിക്കും. ഇടതുപക്ഷം ജയിക്കും ഇവിടെ. ഇപ്പൊ ഈ ഇലക്ഷൻ കഴിഞ്ഞ UDF ജയിക്കും 100%. നജീബ് കാന്തപുരം ഇപ്പോഴത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ UDFനാണ് ചാൻസ് കാണുന്നത്. നജീബ് കാന്തപുരം തന്നെ വരിക. പെരുന്തൽമണ്ണ ജയിക്കാൻ പോകുന്നത് നജീബാണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ LDFന്റെ സ്ഥാനാർത്ഥി ജയിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. അത് ഞാൻ LDFനെ വോട്ട് ചെയ്യൂ. പക്ഷെ ജയിക്കാൻ പോകുന്നത് അദ്ദേഹം പ്രവർത്തനം പോലെ ജനങ്ങൾക്ക് കുറച്ചും കൂടി ഇറങ്ങി ചെല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും LDF മുന്നിൽ വരും. അതല്ലെങ്കിൽ നജീബ് തന്നെ. ഒന്നും വേണ്ട, നമ്മളെ താഴെക്കോട് പഞ്ചായത്തിനെ മാത്രം പിടിച്ചാൽ മതി. 4000-5000 വോട്ടിന്റെ ഭൂരിപക്ഷം എപ്പോഴും താഴെക്കോട് കിട്ടുന്നുണ്ട്. അവിടെ മാത്രം LDF ഒന്ന് ശരിക്കും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും മറികടക്കാൻ കഴിയും. വെള്ളത്തില് മറ്റേ UDF സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് എന്റെ UDF നല്ല ഭൂരിപക്ഷത്തോട് ജയിക്കും. UDFന് കഴിഞ്ഞ പ്രാവശ്യം ഭൂരിപക്ഷം കുറഞ്ഞത് കാരണം LDF വരാനാണ് ഇപ്രാവശ്യം ചാൻസ്. പെരിന്തൽമണ്ണ ഇപ്പോ തെരഞ്ഞെടുപ്പ് വന്നിട്ട് ഇവിടെ അങ്ങനെ UDFനെ കൂടുതൽ ചെയ്തേക്കണം. എന്നാലും LDF ചെയ്തിട്ടില്ല. എന്നാലും UDFനെ കൂടുതൽ വരാന്നില്ലാണ് ഞങ്ങൾ വെക്കണത്. ഇവിടെ നല്ല തന്നെ ലീഗാന്ന് ജയിക്കും. കാരണം ഇപ്പൊ ഇതുവരെ ഉള്ളതിനനുസരിച്ച് നജീബ് കാന്തപുരം നല്ല പ്രവർത്തിക്കും. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി മറ്റേ LDF ഓരോരോ തെരഞ്ഞെടുപ്പ് ഓരോരോ ആൾക്കാരെ കൊണ്ട് ഇതാക്കിയിട്ടൊന്നും വലുതായി കിട്ടിയിട്ടില്ല. അത് വലുതായിട്ടാണ്. ശശികുമാർ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു ഇതാകും. വട്ടത്തൂർ പഞ്ചായത്തിൽ എന്ത് കിട്ടിയ MLAക്കൊന്നും ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടിയില്ല. നജീബ് 5 കൊല്ലം ഇവിടെ ഭരിച്ചു. ഒരു MLA ഒന്നും കിട്ടിയില്ല. ഇവിടെ പറയത്തേക്ക് ഒന്നും ഞങ്ങൾക്കാർക്കും ഞങ്ങളറിവിലൊന്നുമില്ല. ഓനെവിടെ കൊണ്ടേ കൊടുത്ത് നമുക്കറിയുന്നില്ല. വേറെ എന്താ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ജയിക്കാൻ വളരെ സാധ്യത കമ്മിയാണ്. അതിന് നമ്മളെ അഭിപ്രായം. മനസ്സിലായോ? ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മളെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഒന്നും അറിയപ്പെട്ട് വന്നിട്ടില്ല. ഞങ്ങളെ കാഴ്ചയിലൊന്നുമില്ല. ഓനെന്തെങ്കിലും ചെയ്ത് കിട്ടുമെന്ന് പറയപ്പെട്ട് പെരുന്നാളിന് അത് ഇതും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതല്ല വട്ടത്തൂർ പഞ്ചായത്തിന് കാര്യപ്പെട്ട MLAന്റെ ഫണ്ടൊന്നും എൻ്റെ അറിവിലില്ല. ഞാനിപ്പോൾ നാട്ടിൽ നിന്നിട്ട് 2-3 കൊല്ലമായി. ഈ 3 കൊല്ലത്തിന്റെ ഇടയിൽ ഒന്നും കാര്യപ്പെട്ടൊന്നും വന്നിട്ടില്ല. മനസ്സിലായോ? ജയിക്കാൻ വളരെ സാധ്യത കമ്മിയാണ്. വികസനത്തിനോട് പ്രശ്നമൊന്നുമില്ല. നജീബ് കാന്തപുരം ജയിക്കുന്ന. പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം. പെരിന്തൽമണ്ണയില് രണ്ടുകൂട്ടർക്കും നല്ല വിജയ സാധ്യത.
എൻ്റെ അഭിപ്രായത്തിൽ ഹനീഫ ജയിക്കുന്ന. നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ആവേശം ഓരോ ദിവസം കൂടുന്തോറും ചൂടേറുകയാണ്. മത്സരം പ്രവചനാതീതം എന്നാണ് ജനങ്ങൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇരു സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് വെട്ടത്തൂരിൽ നിന്നും ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം അജ്നാസ് കുടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. It's diamond time now. സഫ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. സഫയുടെ സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്ന ബഡ്ജറ്റിലൊതുങ്ങിയ ഡിഫറന്റ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻ. ഡയമണ്ട് കാരറ്റ് വാല്യൂവിലും നേടൂ 10,000 രൂപയുടെ ഡിസ്കൗണ്ട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റുമ്പോൾ ഗ്രാമിന് 200 രൂപ അധികം നൽകുന്നു. ഓരോ ഡയമണ്ട് ക്യാഷ് പർച്ചേസിനും ലഭിക്കുന്നു സൗജന്യ സ്വർണ്ണ നാണയം. നിങ്ങളുടെ അടുത്തുള്ള സഫ ഷോറൂമുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇന്നു തന്നെ സന്ദർശിക്കൂ. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്.